ഹായ് ഓൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള തകർപ്പൻ പഠിപ്പിലാന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസുകൾ ലൈക്ക് കവറിങ് ഹോൾ ഓഡിറ്റിംഗ് ലൈക്ക് ഇത് മിക്സ്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് മുന്നേ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഒരു 25 ക്വസ്റ്റ്യൻസുകൾ 5 പാർട്ട് 5 പാർട്ടായിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാർട്ട് 1 ആയിരിക്കും. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിരിക്കുക ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വെറുതെ സമയം കളയാതെ നേരിട്ടിട്ട് പോവാം. നമുക്ക് ആർടിപി, എംടിപിയിൽ, പിവൈപിയിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് എല്ലാ ചാപ്റ്റേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ 25 ക്വസ്റ്റ്യൻസുകൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ ലൈക്ക് ഓരോ ക്വസ്റ്റ്യൻസുകൾ നോക്കി പോവാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം എന്തൊക്കെയാണ് കോമ്പണൻസ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, പിന്നെ ഡിറ്റക്ഷൻ റിസ്ക് അല്ലേ. ഈ കൺട്രോൾ റിസ്ക് ബൈ മാനേജ്മെന്റ്, ഈ ഡിറ്റക്ഷൻ റിസ്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓഡിറ്റർ. ഓക്കെ. GHK പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് എ സ്റ്റാർട്ടപ്പ് ലൈക്ക് ഒരു ഇന്നോവേറ്റീവ് എന്തോ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിനെയാണല്ലോ സ്റ്റാർട്ടപ്പ് പറയുക. ഇറ്റ് ഈസ് പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ടു ദ ഇഷ്യൂ ഓഫ് പാഡി സ്റ്റബിൾ ബേണിംഗ്. നമ്മൾ ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ബാക്കി വൈക്കോല് വരില്ല, അത് കത്തിക്കുന്നതിന് കത്തിക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ പൊല്യൂഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പൊല്യൂഷൻ ഇല്ലാതെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ത് GHK പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അത് ആരേക്കാണ് സർവീസ് കൊടുക്കുന്നത്? ഒബ്വിയസ്ലി ഫാർമേഴ്സ് ആണ്. നോർത്ത് വെസ്റ്റേൺ ഓഫ് ഇന്ത്യയിലുള്ള ഫാർമേഴ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ആവട്ടെ. അപ്പോൾ ഡ്യൂ ടു ദി ഇമ്പോർട്ടൻസ് ഗിവൺ ബൈ ഗവൺമെന്റ്സ് ടു ദിസ് ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ വല്ല ഇത് ഇന്നോവേറ്റ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊതുജനത്തിനെ സംരക്ഷിക്കുന്ന സൊല്യൂഷൻസ് അല്ലേ ഈ കമ്പനികൾ കൊടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഗവൺമെന്റ് വല്ല ഗ്രാൻഡ് വല്ലതൊക്കെ അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ എന്തെങ്കിലും വല്ല അലവൻസ് അല്ലെങ്കിൽ ലൈക്ക് സഹായങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഗവൺമെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെനി കമ്പനീസ് ഹാവ് എൻറ്റർഡ് ഇൻ ടു ദിസ് മാർക്കറ്റ്, ഈ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ് ഇൻ ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ബട്ട് മെനി ഓഫ് ദീസ് കമ്പനീസ് ഹാവ് നോട്ട് ബീൻ സക്സസ്ഫുൾ ആൻഡ് ഹാവ് ഗോൺ ബസ്റ്റ്. വെച്ചാൽ ഫെയിൽഡ് ആയി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഇൻഡയറക്ട്ലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ സർവൈവ് ചെയ്യൽ എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു ബിസിനസ് ആണോ ഞാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നത്, അതൊരു ഇൻഹറന്റ് റിസ്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ആ ബിസിനസ് സക്സസ്ഫുൾ ആവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനാരിയോ ആണെങ്കിൽ ആ ബിസിനസ് ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേറ്റഡ് ആവാൻ ഹൈ ചാൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് നല്ലപോലെ മൂവ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി നിങ്ങളുടെ ഐറ്റംസുകൾ സെല്ലാവാതാവുമ്പോൾ ഒബ്സൊലേറ്റ് ആവാൻ ചാൻസ് കൂടും. ഒബ്സൊലേറ്റ് ആവുമ്പോൾ നോർമലി NRV വിൽ ബി ലെസ് ദാൻ ദ കോസ്റ്റ് യു പർച്ചേസ്ഡ്. അപ്പോൾ നോർമലി നിങ്ങൾ NRVയിൽ അക്കൗണ്ട് ചെയ്ത് വരും കോസ്റ്റ് സ്റ്റോക്ക്, ബട്ട് മിക്കതും നിങ്ങൾ കോസ്റ്റിലാണ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേക്ക് ആവാനുള്ള ഒരു സാധ്യതയില്ലേ. അല്ലെങ്കിൽ നീ എന്താണ് ഈ ബിസിനസ് സക്സസ്ഫുൾ ആവാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ മിക്കതും നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനാവും സാധ്യത. ബട്ട് നിങ്ങൾക്ക് ലോസ് ആവുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ മിക്കതും ബുക്ക് വാല്യൂയിൽ അക്കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ വാല്യൂയിൽ അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനല്ലേ ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയാ. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ലോസ് ഉണ്ടാവുമ്പോൾ നിനക്ക് ആർക്കെങ്കിലും നമ്മുടെ കമ്പനിക്ക് ലോസ് ഉള്ളത് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കാൻ താല്പര്യം ഉണ്ടാവോ? ഇല്ല. മാനേജ്മെന്റ് വിൽ ബി അണ്ടർ എ പ്രഷർ ടു ഹൈഡ് ദ ഫ്രോഡ് ബൈ മിനിമൈസിങ് ദ എക്സ്പെൻസസ് ഓർ ഇൻഫ്ലേറ്റിംഗ് ദ ഇൻകം. അപ്പൊ ഇതൊക്കെ റിസ്ക് ഓഫ് മെറ്റീരിയൽ, ഇതൊക്കെ മെറ്റീരിയൽ മിസ്സ്റ്റേക്കിന് സാധ്യത ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളല്ലേ. അപ്പൊ ഇവിടെ ഏത് കോമ്പണന്റ് ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേക്മെന്റ് ആണുള്ളത്? ഇൻഹെറന്റ് റിസ്ക് എന്ന കോമ്പണന്റ് ആണ് വെച്ചാൽ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇനീഷ്യലി ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് നേച്ചർ, ആ ഒരു മീനിങ്ങിൽ വെച്ചാൽ ഇതില് പൊതുവെ ബിസിനസ് സക്സസ് ആവാറില്ല. സക്സസ് ആവാത്ത സിനാരിയോ ആവുമ്പോൾ തന്നെ ആ കമ്പനി വിൽ ബി അണ്ടർ ഹൈ പ്രഷർ ടു മാനിപ്പുലേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അവിടെ ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇംപ്ലൈഡ് ആയിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും, ആ ഒരു മീനിങ്ങിലേ ഒരു റിസ്ക് ഉണ്ട് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേക്കഡ് ആവാൻ ഉള്ള ഒരു സാധ്യത. ഓക്കെ. ഓക്കെ. എ കമ്പനി ഹാസ് ഡിവൈസ്ഡ് അതാണ്. അപ്പോൾ ഇവിടെ ഇൻഹെറന്റ് റിസ്ക് ആണ് പറയുന്നത്, മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ എന്താ, കമ്പനി ഹാസ് ഡിവൈസ്ഡ് കൺട്രോൾ ഇംപ്ലിമെന്റഡ് കൺട്രോൾ ദാറ്റ് ഇറ്റ് ഇൻവെന്ററി ഓഫ് പെരിഷബിൾ ഗുഡ്സ് സ്റ്റോർ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ ആൻഡ് കൺട്രോൾ എൻവയറമെന്റ് ടു പ്രിവെന്റ് ഡാമേജ്. ലൈക്ക് വല്ല പെട്ടെന്ന് കേടുവരുന്ന ഗുഡ്സിനാണ് പെരിഷബിൾ ഗുഡ്സ് പറയാം. അത്തരം സംഭവങ്ങൾ പെട്ടെന്ന് കേടാതിരിക്കാൻ വേണ്ടി വല്ല ഫ്രീസറിൽ അങ്ങനത്തെ എന്തെങ്കിലും എൻവയറമെന്റിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫ്രീസർ അല്ലെങ്കിൽ ഫ്രീസർ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത്തരം വല്ല ആ എന്തോ ഒരു കൺട്രോൾ എൻവയറമെന്റ് അത് വെച്ച് കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്. യൂസിങ് ദ സെൻസേഴ്സ് ആൻഡ് റിപ്പോർട്ട് ഡീവിയേഷൻസ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫ്രീസിങ് എൻവയറമെന്റ് ഓവർ ഫ്രീസിങ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര മിനിമൈസിങ് ആവാനും പാടില്ല, മിനിമൈസ്ഡ് തണുപ്പ് കൊടുക്കാനും പാടില്ല. ലൈക് ഫ്രീസിങ് ഞാൻ എക്സാമ്പിൾ പറയണ കേട്ടാ. അപ്പൊ നോക്ക്, അത് ഓവർ തണുപ്പല്ലല്ലോ, ഭയങ്കര കുറവല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ രണ്ടാൾക്കാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു കൺട്രോളാണ്. നോക്കടാ, ഇത് നേരം പോലെ വർക്കിംഗ് അല്ലെങ്കിൽ ഗുഡ്സ് എന്തായിരിക്കും ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഡാമേജ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മിക്കതും കോസ്റ്റിലായിരിക്കും കാട്ടിയിട്ടുണ്ടായിരിക്കുക. മിക്കതും ഡാമേജ് ആയി കഴിഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ
വിൽ ബി ലെസ് ദാൻ കോസ്റ്റ്. അപ്പൊ നെറ്റ് റിയലൈസബിൾ വാല്യൂ ബുക്കിൽ കാണിക്കേണ്ടി വരും. ബട്ട് കോസ്റ്റിലായിരിക്കും ഇപ്പോഴും കാട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നോക്കി ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ടു പ്രിവെന്റ് എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ കൺട്രോൾ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവില്ല. എപ്പോൾ ഈ 2 പേരും എന്താ ശ്രദ്ധിക്കാത്ത ഉടായിപ്പ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള വല്ല പോയിന്റ് ഓഫ് ടൈമിൽ അങ്ങനത്തെ സ്വഭാവം ആവുകയാണെങ്കിൽ അപ്പൊ ഒരു റിസ്ക് ഇല്ലേ? നമ്മള് ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഇല്ലാതിരിക്കാം. ഇപ്പൊ നോക്ക്, ഒരു പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഇൻഹെറന്റ് റിസ്ക് ആണ്. ഒരു കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള റിസ്ക് ആണ് ഇൻഹെറന്റ് റിസ്ക്. ലൈക് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ലൈക് ഒരു ലൈക് അതിപ്പോ പറയണ്ട. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ തന്നെ പറയാം. ഒരു പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഉള്ള ഒരു ഇൻഹെറന്റ് റിസ്ക് ആണ് അതെന്ത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഇൻഹെറന്റ് റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യും. ആ കൺട്രോൾ ആണ് എന്ത് 2 ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു. ഒരു ഫ്രീസർ പോലത്തെ എൻവയറൺമെന്റ് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു. ബട്ട് ഈ 2 ആൾക്കാര് നേരം പോലെ വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവില്ല. അപ്പൊ ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത പറയുന്ന പേരാണ് എന്ത്? കൺട്രോൾ റിസ്ക്. ഓക്കെ. നമുക്ക് ആ ഇൻഹെറന്റ് റിസ്കിന്റെ ഡെഫിനിഷൻ പഠിച്ചുള്ളവർക്ക് അറിയാം. ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ റൂളാണ്. ഈ റൂൾ എന്തിനാണ്? ഇംപ്ലൈഡ് ആയിട്ട് തന്നെ അവിടെ ഒരുപാട് ഇൻഹെറന്റ് റിസ്കുകൾ ഉണ്ടായിരിക്കും. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? കൺട്രോൾ. അപ്പൊ ഒരു ഇൻഹെറന്റ് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ കൺട്രോൾ എന്ത് ചെയ്യും? ഇംപ്ലിമെന്റ് ചെയ്യും. ആ കൺട്രോൾ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലെങ്കിൽ ആ സാധ്യത ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആവാതിരിക്കാനുള്ള സാധ്യതയാണ് എന്ത്? കൺട്രോൾ റിസ്ക്. ഇപ്പോൾ 2 പേരുണ്ട്. ബട്ട് 2 പേരും നേരം പോലെ വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സിനാരിയോ വന്നേക്കാം ചിലപ്പോൾ. അതിനെ കൺട്രോൾ റിസ്ക് പറയണത്. ഓക്കെ. റിസ്ക് ഓഫ് മെറ്റീരിയൽസിന്റെ കോമ്പണന്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇവിടെ ബിസിനസ് എന്താണ് സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള ഭയങ്കര ഹൈ ചാൻസസ് ഉണ്ട്. അപ്പോൾ നോർമലി ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് ആവാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇൻഹെറന്റ് റിസ്ക് ആണ്. അത് ഇൻഹെറന്റ് ആണ്. ഇംപ്ലൈഡ് ആയിട്ടുള്ള റിസ്ക് ആണ്. ഇവിടെ വേറെ സിനാരിയോയിൽ എന്തോ 2 ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 ആൾക്കാർ നേരം പോലെ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ 2 ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കൺട്രോൾ വർക്കിംഗ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി അല്ലാതെ അപ്പോൾ ഇവിടെ കൺട്രോൾ റിസ്ക് ഉണ്ട്. പിന്നെ ഇവിടെ എന്താ? The auditor of the company have planned audit procedure in respect of recognition of revenue of the company, despite there is a possibility that misstatement revenue recognition are not identified. ലൈക്ക് ഇവർ നല്ലപോലെ ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തി. ബട്ട് എന്നാലും ചില മിസ്റ്റേക്മെന്റ് കണ്ടുപിടിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിറ്റക്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഡയറക്ട്ലി ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കില്ല ഇവിടെ പറയണ്ടായിരിക്കാം. ഓക്കെ. ഇതുണ്ടല്ലോ ഈ സെക്കൻഡ് പോയിന്റ് ഇത് മൊത്തം വരുന്നുണ്ട്. ഇവിടുന്ന് തൊട്ടിട്ടാണ് തേർഡിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ഞാനീ പറഞ്ഞ സാധനങ്ങൾ തന്നെ ഇതിൽ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. നമ്മൾ ഇച്ചിരി കുറച്ച് അധികം സമയം എടുത്ത് തോന്നുന്നുണ്ടല്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊന്ന് പറയട്ടെ. ഈ ഫസ്റ്റ് ക്വസ്റ്റിന് ലൈക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വിട്ടേക്ക്. ഈ ഫസ്റ്റ് ക്വസ്റ്റിന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ലൈക്ക് ഞാനൊരു സംഭവം അത് പറഞ്ഞതിന് ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ ഒരു എലമെന്റ് പറയാത്ത പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. ഓക്കെ. ബട്ട് ഫസ്റ്റ് ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഓക്കെ. ഇവിടെ നോക്ക്. ലൈക്ക് ഇവിടെ എന്താണ് ജനറൽ ഐ ടി കൺട്രോളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൺട്രോളിന്റെയും കുറച്ച് എലമെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. റീസണബിൾ ചെക്ക് ഒബ്വിയസ്ലി ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ വരുന്നതാണ് ആപ്ലിക്കേഷൻ കൺട്രോൾ എന്ന് പറയും. ഇത് എല്ലാ ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആവുന്നതാണ്. ഇത് ജനറൽ ഐ ടി കൺട്രോൾ പറയും. ഇതും എല്ലാ ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആവുന്നതാണ് ജനറൽ ഐ ടി കൺട്രോൾ പറയും. ഇതും എല്ലാ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടി വരും. ഏതൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ജനറൽ ഐ ടി കൺട്രോൾ ആണ്. എല്ലാ സോഫ്റ്റ്വെയർസിനെ എന്റിറ്റിയിൽ ആപ്ലിക്കബിൾ ആവുന്നത് ജനറൽ ഐ ടി കൺട്രോൾ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ വരുന്നത് ജനറൽ ആപ്ലിക്കേഷൻ കൺട്രോൾ. ഓക്കെ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഓക്കെ. ഏതൊക്കെ അസേർഷൻസുകളാണുള്ളത്? ഇൻവെന്ററി റെക്കഗ്നൈസ് എ ബാലൻസ് ഷീറ്റ് ആക്ച്വലി എക്സിസ്റ്റഡ്. ഒബ്വിയസ്ലി എക്സിസ്റ്റൻസ് അസേർഷൻ. ഓൾ ഐറ്റംസ് ഓഫ് ദി ഇൻവെന്ററി പെർട്ടൈനിങ് ടു ദ റെലവന്റ് ഇയർ. എന്ന് വെച്ചാൽ 24-23 അക്കൗണ്ട് ചെയ്തത് 24-23 അക്കൗണ്ട് ചെയ്തിട്ടുള്ളൂ. 24-25 അക്കൗണ്ട് ചെയ്തത് 24-25 അക്കൗണ്ട് ചെയ്തിട്ടുള്ളൂ. വെച്ചാൽ 31 മാർച്ച് മുന്നേ അക്കൗണ്ട് ചെയ്തത് ഇവിടെ തന്നെ അക്കൗണ്ട് ചെയ്തിട്ടുള്ളൂ. 31 മാർച്ച് ശേഷം അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് ശേഷം തന്നെ അക്കൗണ്ട് ചെയ്തിട്ടുള്ളൂ. ഇൻഡയറക്ട്ലി കട്ട് ഓഫ് ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. ഓൾ ഗുഡ്സ് ഡിസ്പാച്ച്ഡ് പ്രയർ ടു ദ പീരിയഡ് ആൻഡ് ഹാവ് ബീൻ ഇൻവോയ്സ്ഡ്. 31 മാർച്ചാണ് പീരീഡ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ അക്കൗണ്ട് ചെയ്യേണ്ടതെല്ലാതും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെ അക്കൗണ്ട് ചെയ്യേണ്ടതെല്ലാതും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ പറഞ്ഞത്. പിന്നെ എക്സാമിൻ ക്ലയന്റ് കറസ്പോണ്ടൻസ് സെയിൽസ് ആൻഡ് റിസീവബിൾ പർച്ചേസ് ഡോക്യുമെന്റ്സ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി എന്തായിരിക്കും? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ചെക്ക് ചെയ്യാനായിരിക്കും. വെരിഫൈ ദാറ്റ് ഡിപ്രിസിയേഷൻ ഓൾ ഐറ്റംസ് ഇൻഡയറക്ട്ലി വാല്യുവേഷൻ ആയിരിക്കും. ഓക്കെ. ഓക്കെ. അത്ര തന്നെ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. വായിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു ഓഡിറ്റർ സെയിൽസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട്. സെലക്ഷൻ ഇന്റർവെല്ലിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കുക. നമ്പർ ഓഫ് റെക്കോർഡ്സ് ടു സെലക്ട് 100 സാമ്പിൾ ആണ് അയാൾക്ക് എടുക്കേണ്ടത്. CAZന്. ആ പോപ്പുലേഷന്റെ ഇൻവേഴ്സ് നമ്പർ ലൈക്ക് എന്തോ ഒരു നമ്പർ ആണെന്നുള്ളത്. ഇൻവേഴ്സ് നമ്പർ 1 തൊട്ട് ഇൻവേഴ്സ് നമ്പർ 1000 വരെ ഉണ്ട് ആ പോപ്പുലേഷനിൽ. ഓക്കെ.
ഗോയിങ് ത്രൂ ദ അബോവ് ഫീൽഡ് വിച്ച് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. ഇവിടെ ഒബ്വിയസ്ലി ഇന്റർവെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിസ്റ്റമാറ്റിക് ഇന്റർവെൽ സാമ്പിളിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസ്കസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ഓഡിറ്റർ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്താണ്? അയ്യോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണണ്ടായിരിക്കില്ല അല്ലെ, ഒരു മിനിറ്റ് ഇട്രാ. ഓക്കെ, പോസ്റ്റ് ചെയ്യണമല്ലേ? ഓക്കെ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു സംഭവം എൻഷുർ ചെയ്യണം. നമ്മൾ ഒരു സിമിലർ ഐറ്റം, ഒരു സ്ട്രക്ചേർഡ് പാറ്റേണുള്ള ഐറ്റം ഉള്ള സെലക്ട് ചെയ്യുന്നില്ലല്ലോ. ഉണ്ടല്ലോടാ. ഇങ്ങനെ ഒരുപാട് ഇൻവോയ്സ് ലൈക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് കമ്പനിയുടെ കയ്യിൽ. കമ്പനി ഉണ്ടല്ലോ, ഒരുപാട് എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണെങ്കിൽ ഒരു സെയിം ഇന്റർവെല്ലിനാണ് എന്തെടുക്കുക, ലൈക്ക് സാമ്പിൾ എടുക്കുക. അപ്പൊ ഇവിടുന്ന് ഒരെണ്ണം എടുക്കും, പിന്നെ അടുത്ത 5 കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കും, അടുത്ത 5 കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കും, അടുത്ത 5 കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കും, അടുത്ത 5 കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കും. അപ്പൊ സെയിം ഈക്വൽ ഇന്റർവെൽ അല്ലേ? അപ്പൊ ഇത് എടുത്തു, അത് ഇലക്ട്രിസിറ്റി ആണ്. ഇത് എടുത്തു, അതും ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഇത് എടുത്തു, അത് ഇലക്ട്രിസിറ്റി ആണ്. നമുക്ക് സ്ട്രക്ചർഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തരം സിനാരിയോ ഉണ്ടാവരുത് എന്ന് സിസ്റ്റമാറ്റിക് ഇന്റർവെൽ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലൈക്ക് ഏതെങ്കിലും ഒരു സിനാരിയോയില് എന്താണ് ഇവിടുന്ന് ഒരെണ്ണം ഇവിടുന്ന് ഒരെണ്ണം എടുത്തു. പിന്നെ ഞാന് വേറെ റാൻഡം പോയിന്റ് സ്റ്റാർട്ടിംഗ് ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം, പിന്നെ അടുത്ത 5 എടുക്കാം. വെച്ചാല് ഇങ്ങനെ ഒരു സിമിലർ എക്സ്പെൻസ് എടുക്കുന്ന ഫുള്ളും ഇലക്ട്രിസിറ്റി എടുത്ത് കഴിഞ്ഞ കാര്യമല്ല. എക്സ്പെൻസ് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, സാലറി എല്ലാം ഇങ്ങനെ ഡിഫറെന്റ് ആക്കി എടുക്കണ്ടേ. അപ്പോൾ ഫുൾ ഇലക്ട്രിസിറ്റി വരുന്ന വെച്ചാൽ നമുക്ക് 2 ഇലക്ട്രിസിറ്റി എടുക്കാം. അതിന് ശേഷം പിന്നെ വീണ്ടും വേറെ പോയിന്റ് സെലക്ട് ചെയ്യണം. അവിടുന്ന് ഒന്ന് എടുത്തു, അവിടുത്തെ 5 ശേഷം വീണ്ടും എടുത്തു, അവിടുത്തെ 5 ശേഷം വീണ്ടും എടുത്തു. അപ്പൊ എല്ലാ എക്സ്പെൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻഡയറക്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. auditor needs to determine that sampling units in the population are not structured in such a way that sampling interval corresponds with a particular pattern. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 5 എടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയാണ് മാത്രം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് റാൻഡം പോയിന്റ് എടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ZAZനോട് വേറെ ഏതൊരാൾ പറഞ്ഞു ഫസ്റ്റ് 200 സെയിൽസ് ഇൻവോയ്സ് എടുക്കാന്. ഒരു പോയിന്റ് എടുക്കുക, അവിടുന്ന് അടുപ്പിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 200 ഇൻവോയ്സ് എടുക്കാൻ. ഇൻഡയറക്ട്ലി ബ്ലോക്ക് സാമ്പിളിംഗ് ആണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ ഇന്റർവെല്ല് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 10 ആണ്. എങ്ങനെ കിട്ടിയത്? നമുക്ക് 1000 ഇൻവോയ്സ് ഉണ്ട്, നമുക്ക് വേണ്ട സാമ്പിൾ 100 ആണ്. അപ്പൊ നോക്കടാ, ഇതില് 1000 ഇൻവോയ്സ് ഉണ്ട് വിചാരിക്ക്. 1000 ഇൻവോയ്സ് ഉണ്ട്, നമുക്ക് വേണ്ടത് 100 എണ്ണാണ്. അപ്പോ നമ്മ ഇക്വേഷൻ എന്തായിരുന്നു? സെഡിമെന്റിൽ നമ്മൾ പഠിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ, ടോട്ടൽ ഐറ്റംസിന്റെ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്. അപ്പൊ നമുക്ക് 10 വരും. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റത്തെ ലൈക്ക് ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ് ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതാ സെലക്ട് ചെയ്ത് വിചാരിക്കും. അവിടുന്ന് എന്താണ് ലൈക്ക് ഇവിടുന്ന് ഇതാ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻവോയ്സ് ഞാൻ എടുക്കും, അടുത്ത 10 ഞാൻ എടുക്കും, അടുത്ത 10 ഞാൻ എടുക്കും, അടുത്ത 10 ഞാൻ എടുക്കും, അടുത്ത 10 ഞാൻ എടുക്കും. അപ്പൊ നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഡിഫറെന്റ് എക്സ്പെൻസുകൾ തന്നെ കവർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്ക് എല്ലാത്തിനും ഇടയിൽ എത്ര ഇൻവോയ്സ് ആണ് ഇന്റർവെൽ വരാ തന്നെ വരാ. ഓക്കെ, അതാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഈക്വൽ ഇന്റർവെൽ, സിസ്റ്റമാറ്റിക് ഇന്റർവെൽ സാമ്പിളിംഗ്. ഓക്കെ, അതാണ് സാമ്പിളിംഗ് ഇന്റർവെൽ 10. സോഫ്റ്റ്വെയർ വുഡ് പിക്ക് അപ്പ് എവറി 10th റെക്കോർഡ് ഫ്രം 1 to 1000 റെക്കോർഡ്സ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എടുക്കും, അടുത്ത 10 എടുക്കും, അടുത്ത 10 എടുക്കും, അടുത്ത 10 എടുക്കും. അങ്ങനെ 1000 എണ്ണം എത്തുമ്പത്തിനും 100 ഇൻവോയ്സ് ആയിട്ടുണ്ടായിരിക്കില്ലേ? 100 ഇൻവോയ്സ് തന്നെയല്ലേ അയാൾക്ക് സാമ്പിളായി വേണ്ടുള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? CA Shubham, the auditor of Sigma Limited, is performing test of controls and test of detail. ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്താണെന്ന് അറിയില്ലേ? കമ്പനിയിൽ ഒരുപാട് റൂൾസുകൾ ഉണ്ടാവും, കൺട്രോൾസ് ഉണ്ടാവും. ആ റൂൾസ് ഒക്കെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്, ഓഡിറ്റർ ചെക്ക് ചെയ്യലെന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. എന്നാൽ ഒരുപാട് ഇൻവോയ്സുകൾ, സപ്പോർട്ടിങ്സുകൾ, അതിന്റെ എമൗണ്ടുകൾ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ആ ഇൻവോയ്സിൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ്സിലുള്ള എമൗണ്ട് തന്നെയാണോ ഇൻവോയ്സിൽ കാട്ടിയിട്ടുള്ള, സോറി, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&L കാട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യലാണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ടിങ്സിൽ എത്രയാണോ എമൗണ്ട് ആ സെയിം എമൗണ്ട് അല്ലെങ്കിൽ ഡാറ്റാസ് തന്നെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാട്ടിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യലാണ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഓഡിറ്റർ ഒബ്സർവ് ഡീവിയേഷൻ ഇൻ ദ കംപ്ലൈൻസ്. നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോളിലുള്ള വല്ല തെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഡീവിയേഷൻ. ഇപ്പോൾ പർച്ചേസ് CFO അപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു റൂൾ ഉണ്ട് വിചാരിക്കും. പർച്ചേസ് നടന്നിട്ടുണ്ട്, അതിൽ 2 CFO
പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ റൂള് 2 ഇൻവോയ്സിന് വയലേറ്റ് ചെയ്തില്ലാന്നല്ലേ വയലേറ്റ് ചെയ്തുന്നല്ലേ. അപ്പൊ 2 ഇൻവോയ്സസ് ഔട്ട് ഓഫ് 10 ഇൻവോയ്സസ് വയലേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡീവിയേഷനിലാണ് എക്സ്പ്രസ് ചെയ്യുക. എന്ന് വെച്ചാല് 2/10 എത്ര 20% നമ്മൾ പെർസെന്റേജിലാണ് എന്ത് ചെയ്യുക ഡീവിയേഷൻ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ കുറച്ച് എന്താണ് 2 ഇൻവോയ്സ് സൈൻ ചെയ്തിട്ട് നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 2 ഇൻവോയ്സ് സൈൻ ചെയ്തിട്ടില്ല CFO. അപ്പൊ ഒരു ഡീവിയേഷൻ കണ്ടുപിടിച്ചു. വിത്ത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ. മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെയിൽസിന് എല്ലാ സെയിൽസും ആരോ ഓതറൈസ് ഉണ്ടായിരിക്കണം CFO. ലൈക്ക് ഒരു എക്സാമ്പിൾ ആട്ടാ. ഓഫ് സ്മോൾ വാല്യൂസ് ഓഫ് പ്രൊഡക്റ്റ് ഓക്കെ. ഡ്യൂറിംഗ് ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ ഏതോ സ്മോൾ വാല്യൂ ഉള്ള സെയിൽസ് എന്തോ അപ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. അഡീഷണലി മിസ്സ്റ്റേറ്റ്മെന്റ്സ് വെർ ഐഡന്റിഫൈഡ് ഇൻ ദ സാമ്പിൾ റിലേറ്റഡ് ടു ദ സ്മോൾ വാല്യൂ സെയിൽസ് ഡ്യൂറിംഗ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ. കണ്ട നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോടാ ഞാൻ സെയിൽസ് ഇൻവോയ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോടാ ഒരു ഇൻവോയ്സിൽ 500 രൂപ. പക്ഷെ ആ സെയിം ഇൻവോയ്സ് ബുക്സിൽ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് 450 രൂപ. അപ്പൊ നോക്കി ഇവിടെ എമൗണ്ടിൽ വ്യത്യാസമല്ല, 50 രൂപ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇത് ഈ ചെക്കിങ്ങിനെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്ന് പറയും. ഇന്റർണൽ കൺട്രോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ കുറച്ച് ഡീവിയേഷൻസ് കണ്ടു. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിലും തെറ്റ് കണ്ടു. അപ്പൊ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിലുള്ള തെറ്റിന് മിസ്സ്റ്റേറ്റ്മെന്റും ടെസ്റ്റ് ഓഫ് കൺട്രോളിലുള്ള ലൈക്ക് തെറ്റ് എന്നല്ല, റൂള് വയലേറ്റ് ചെയ്തതിന് ഡീവിയേഷൻ എന്നാണ് പറയാ. ഓക്കെ, റൂൾ ഫോളോ ചെയ്യാതിരിക്കുന്നതിന്. അപ്പൊ ഹൗ ഹി ഷുഡ് പ്രൊസീഡ് ടു അനലൈസ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഇത് സ്റ്റഡി മെറ്റീരിയൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഹെഡിങ് ഉണ്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ, അതിന്റെ താഴെയുള്ളതാണ് ഇവിടെ എഴുതുന്നുള്ളത്. അപ്പൊ ആദ്യം ഈ സ്റ്റഡി മെറ്റീരിയലുള്ള ഡാറ്റാസ് ഇവിടെ എഴുതി എന്താണ് ഇൻ ദ ഗിവൻ കേസ് വൈൽ പെർഫോമിംഗ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഓൺ എ സാമ്പിൾ ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ് മിസ്റ്റേറ്റ്മെന്റ് ഹാവ് ബീൻ ഫൗണ്ട് ബൈ CA ശുഭം ഇൻ സെലക്ടഡ് സാമ്പിൾ പെർട്ടൈനിങ് ടു സെയിൽസ് ഓഫ് സ്മോൾ വാല്യൂ. ദീസ് ഇൻഡിക്കേറ്റ്സ് ഒബ്സർവേഷൻസ് ഓഫ് ഡീവിയേഷൻ മിസ്റ്റേറ്റ്മെന്റ്സ് വൈൽ പെർഫോമിംഗ് ടെസ്റ്റ് ഓഫ് ഓക്കെ. ഇത് വെച്ചാൽ ടെസ്റ്റ് ഓഫ് കൺട്രോളും ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്തപ്പോൾ ഡീവിയേഷൻസും മിസ്റ്റേറ്റ്മെന്റും കണ്ടുപിടിച്ചു എന്ന് മാത്രമാണ് ഇതിൽ പറയണമെന്നുള്ളൂ. ഓക്കെ, ഇതാണ് സ്റ്റഡി മെറ്റീരിയൽ ഇനി വരുന്നത്. ലൈക്ക് വരുന്ന കണ്ടന്റ് നമ്മൾ എഴുതേണ്ടത്. As per SA 530, in analyzing the deviations and misstatements identified, the auditor may observe that they may have a common feature, for example, type of transaction, location, product line, or period of time. ഇത് പറഞ്ഞ വേറെ ഒന്നല്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ എനിക്ക് ക്ലൈന്റ് ഉണ്ടല്ലോടാ, എക്സ്പെൻസിന്റെ ഇൻവോയ്സസിന്റെ ഒക്കെ ഒരു പെട്ടിയാണ് കൊണ്ടുവന്ന്. എക്സ്പെൻസിന്റെ എക്സ്പെൻസിന്റെ ഒരു എന്താണ് കൊട്ട കൊണ്ടുവരണേ. ഒരുപാട് എക്സ്പെൻസിന്റെ ഇൻവോയ്സുകളുണ്ട്. പർച്ചേസ്, സെയില്, കാരേജ് ഔട്ട്വേർഡ്, ഇലക്ട്രിസിറ്റി, റെന്റ്, തേങ്ങ, ഇൻഷുറൻസ്, മാങ്ങ, എല്ലാ എക്സ്പെൻസുകളും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ എക്സ്പെൻസുകൾ മൊത്തത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ലൈക്ക് ഒരു 5 തെറ്റുകൾ കണ്ടു. ലൈക്ക് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ഇവിടെ ചെയ്തു വിചാരിക്കാം. ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്തു. അപ്പൊ 5 ഇൻവോയ്സ് നോക്കിയപ്പോ ഉണ്ടല്ലോ, അതിൽ 3 എണ്ണം എന്ന് പറഞ്ഞാല് 3 തെറ്റ് റെന്റ് റിലേറ്റഡ് ആണ്. അപ്പൊ ഇത് ഞാൻ ഹെഡ് ഓഫീസിൽ നിന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ബ്രാഞ്ചസിന്റെ എക്സ്പെൻസുകൾ ഉണ്ട്. ബാക്കിയൊക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കും. 3 ചെക്ക് ചെയ്തപ്പോ റെന്റ് തെറ്റാണ്. മാത്രല്ല ഈ 3 റെന്റ് തെറ്റുള്ളത് ഏതോ തിരുവനന്തപുരമുള്ള വെച്ചാ ലൈക്ക് ഒരു തൃശ്ശൂരുള്ള ബ്രാഞ്ച് വിചാരിക്കും. തൃശ്ശൂരുള്ള ബ്രാഞ്ച്. അപ്പൊ നോക്ക്, നമുക്ക് ബാക്കി 2 തെറ്റുള്ളത് ലൈക്ക് ഏതോ വേറെ ഏതോ ബ്രാഞ്ചും അല്ലെങ്കിൽ വേറെ ഏതോ എക്സ്പെൻസ് വിചാരിക്കും. ഇപ്പൊ ഇവിടെ നോക്ക്, ഒരു കോമൺ ഫീച്ചർ ഇല്ലേ? നമ്മുടെ ഈ 5 തെറ്റിൽ 3 തെറ്റിന് ഒരു കോമൺ ഫീച്ചർ ഉണ്ട്. അത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആവും. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ റെന്റ് എന്നാ പറഞ്ഞത്. ഇപ്പൊ നോക്ക്, 3 അടുത്ത കോമൺ ഫീച്ചർ എന്താ? ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ പറഞ്ഞ ലൊക്കേഷൻ സെയിം ബ്രാഞ്ചിൽ നിന്നാണ്. അല്ലെങ്കിൽ സെയിം പ്രൊഡക്റ്റ് ലൈൻ ആവും. ഇപ്പൊ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കമ്പനിക്ക്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് മാത്രം മിസ്റ്റേറ്റ്മെന്റ് വരികയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പൊ ഞാൻ 3 എടുത്തത് ഫുള്ള് മാർച്ചിലാണ് ഈ മിസ്റ്റേറ്റ്മെന്റിന്റെ ഡേറ്റ്. നമുക്കൊരു കോമൺ ഫീച്ചർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ ഫീച്ചർ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് ഓഡിറ്റർ മേ ഡിസൈഡ് ടു ഐഡന്റിഫൈ ഓൾ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ദാറ്റ് പോസസ് ദ കോമൺ ഫീച്ചർ ആൻഡ് എക്സസ് ദ ഓഡിറ്റ് പ്രൊസീജിയർ ടു ദോസ് ഐറ്റംസ്. അപ്പൊ ഇവിടെ ഞാൻ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാല്, 3 ഞാനൊരു സാമ്പിൾ ആണ് എടുത്തത്. 5 ലൈക്ക് എത്ര എണ്ണം സാമ്പിൾ എടുത്തു? ആ സാമ്പിൾ എടുത്തതിലാണ് 5 മിസ്റ്റേറ്റ്മെന്റ് കണ്ടു. 5 മിസ്റ്റേറ്റ്മെന്റിൽ 3 എണ്ണത്തിന് കോമൺ ഫീച്ചർ ഉണ്ട്. ലൈക്ക് സെയിം പീരിയഡ്, ലൈക്ക് സെയിം നേച്ചർ ഓഫ് ട്രാൻസാക്ഷന്, അതുപോലെ തന്നെ സെയിം ലൊക്കേഷന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? തൃശ്ശൂരില് ഏതൊക്കെ റെന്റ് എക്സ്പെൻസുകൾ ഉണ്ടോ, തൃശ്ശൂർ ബ്രാഞ്ചിൽ ഏതൊക്കെ റെന്റ് എക്സ്പെൻസുകൾ ഉണ്ടോ, അതും ലൈക്ക് അതെല്ലാം ഞാൻ ചെക്ക് ചെയ്യണം. കാരണം ഒരു കോമൺ ഫീച്ചർ ഉണ്ട് ഇവിടെ. അപ്പൊ സച്ച് ദാറ്റ് ഇവിടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ റെന്റ് എക്സ്പെൻസ് എത്രയൊക്കെ അവർ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ അത് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഹയർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഓഡിറ്റ് പ്രൊസീജിയർ എക്സ്റ്റെൻഡ് ചെയ്യണം. ലൈക്ക് ഞാൻ ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള എല്ലാ റെന്റ് റിലേറ്റഡും തൃശ്ശൂര് ഓൾ ഐറ്റംസ്, ഓൾ എക്സ്പെൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇൻ അഡീഷൻ സച്ച് ഡീവിയേഷൻ മിസ്റ്റേക്മെന്റ് മേ ബി. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഇനി എന്താണ്, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ച മിസ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന മിസ്റ്റേറ്റ്മെന്റോ ചിലപ്പോ ഇന്റൻഷനൽ ആവാം. മേ ബി ഇന്റൻഷണൽ, ചിലപ്പോ ഇന്റൻഷനൽ ആവാം. ചിലപ്പോ ഇന്റൻഷനൽ ആവാം. സച്ച് ദാറ്റ് ഒരു ഫ്രോഡിന് സാധ്യത
ഉള്ളതാവാം. ഇപ്പൊ ഫ്രോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1 ക്രോറിന് മേലെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. 1 ക്രോറിന് താഴെ ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇവിടെ ജസ്റ്റ് സാധ്യതകൾ പറയാണ്. അപ്പൊ ഇത്തരം ഒബ്വിയസ്ലി ഇങ്ങനെ കോമൺ ഒരു ഫീച്ചർ വരുമ്പോ തന്നെ ദർ ഈസ് എ ഹൈ ചാൻസ് തൃശ്ശൂര് ഉള്ള റെന്റ് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഹയർ ആണ് അല്ലേ? Therefore, the auditor shall investigate the nature and cause of any deviation or misstatement and identify and evaluate their possible effect on. എടാ ഞാനിപ്പോ ഈ 3 ഇത്തിരി കോമൺ ആയിട്ട് ഇങ്ങനെ മിസ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ റെന്റ് എല്ലാ എക്സ്പെൻസുകളും ചെക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും വല്ല മിസ്റ്റേറ്റ്മെന്റ് കാണുകയാണെങ്കിൽ ആ എല്ലാ മിസ്റ്റേറ്റ്മെന്റും ലൈക്ക് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ആണ് പറഞ്ഞത്, അതുകൊണ്ട് ടെസ്റ്റ് മിസ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇപ്പോൾ കൺട്രോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ. കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ വീണ്ടും എല്ലാത്തിനും പറയാത്തതാണ്. ഓക്കെ. അപ്പൊ ഞാനീ തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 3ന് പുറമെ ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ ഒരു 6 മിസ്റ്റേറ്റ്മെന്റ് കണ്ടു വിചാരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കണം മാനേജ്മെന്റിനോട്, എന്തുകൊണ്ട് ഈ റെന്റില് കാണിച്ച എമൗണ്ട് അല്ല ബുക്സിൽ കാട്ടിയിട്ടുള്ളത്? എന്താണ് അതിന്റെ കാരണം? ആരോട് ചോദിക്കണം? നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡീവിയേഷൻ മാനേജ്മെന്റിനോട് ചോദിക്കണം. ആൻഡ് ഇവാലുവേറ്റ് ദെയർ പോസിബിൾ എഫക്ട് ഓൺ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഇപ്പൊ ഞാൻ ഈ ലൈക്ക് റെന്റ് ഇൻവോയ്സ് ചെക്ക് ചെയ്യുന്നത് റെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഏ, ഇപ്പൊ ഞാന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോള് എനിക്ക് മനസ്സിലായി അത് തെറ്റാണ്. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യും റെന്റ് തെറ്റാണ്. അപ്പൊ എന്നിട്ട് അത് ഞാൻ കൺസിഡർ ചെയ്തിട്ട് എനിക്ക് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നമ്മള് ലൈക്ക് 100% ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ലൈക്ക് പോസിബിൾ എഫക്റ്റ് ലൈക്ക് ഇപ്പൊ ആഹ് ഇവാലുവേറ്റ് ദെയർ എഫക്ട് ഓർ പോസിബിൾ എഫക്ട് എന്ന് പറയാം. ഈ പോസിബിൾ എഫക്ട് എന്തുകൊണ്ടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റെന്റ് എലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവാലുവേറ്റ് ദെയർ എഫക്ട് ഓർ പോസിബിൾ എഫക്ട് എന്ന് പറഞ്ഞു. എന്നാലാണ് ഇത്തിരി അപ്രോപ്രിയേറ്റ്. ഓക്കെ. ശരിക്കും ചിലപ്പോൾ മാനേജ്മെന്റ് നമ്മളെ അലോ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. തൃശ്ശൂർ ഞാൻ ചെന്നിട്ട് ആ എല്ലാ റെന്റ് എക്സ്പെൻസ് എടുക്കാൻ നോക്കുമ്പോൾ അവർ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനെയാണ് അപ്പൊ സാധ്യതയുള്ള എഫക്ട്, അതാണ് പോസിബിൾ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫുള്ള് വെരിഫൈ ചെയ്യാ. 100% വെരിഫൈ ചെയ്യാ. എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ തെറ്റ് വന്നു എന്ന് മാനേജ്മെന്റിനോട് ചോദിക്കുക. മാനേജ്മെന്റ് കറക്റ്റ് റീസൺ തരണമെങ്കിൽ ഓക്കെ. തെറ്റല്ലെങ്കിൽ ഓക്കെ. ഇനിയിപ്പോ മാനേജ്മെന്റ് പ്രത്യേകിച്ച് റിപ്ലൈ തരുന്നില്ലെങ്കിൽ അത് എന്റെ ഓഡിറ്റ് പ്രൊസീജിയറിനെ എങ്ങനെ ബാധിക്കും? ഇനി ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരുമോ? അത് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തത് മതിയോ? അതിന്റെ ബേസിൽ ഞാൻ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്താൽ മതിയോ? ഇനി ഈ മിസ്സ്റ്റേറ്റ്മെന്റ് ഓർ ഡീവിയേഷന്റെ എഫക്ട് അതർ ഏരിയാസിൽ വല്ല എഫക്ട് ചെയ്യുന്നുണ്ടോ? നോക്കടാ, റെന്റ് മിസ്റ്റേറ്റഡ് ആണെങ്കിൽ മിക്കതും ഈ റെന്റ് റിലേറ്റഡ് ക്യാഷ് പോയിട്ടുണ്ടായിരിക്കുമല്ലോ, അതും ചിലപ്പോൾ മിസ്റ്റേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ റെന്റ് പേയബിൾ വല്ലതുണ്ടെങ്കിൽ അതും മിസ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ നോക്ക്, ഞാൻ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മിസ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ നേച്ചർ ആൻഡ് കോസ് ഓഫ് നോക്കണം. ആ മിസ്റ്റേറ്റ്മെന്റിന്റെ എഫക്ട് എന്റെ ഓഡിറ്റ് പ്രൊസീജിയറിൽ എങ്ങനെ ബാധിക്കുന്നു? ഇനി ഞാൻ വീണ്ടും ചെക്ക് ചെയ്യണോ? അതിപ്പോ എത്ര ചെക്ക് ചെയ്തത് മതിയോ? അത് ഇനി വേറെ വലിയ ഏരിയാസിലും ഞാൻ ചെക്ക് ചെയ്യണോ? ലൈക്ക് റെന്റ് പേയബിളോ ക്യാഷോ ചെക്ക് ചെയ്യണോ? അതൊക്കെ ഓഡിറ്റർ എൻഷുർ ചെയ്യണം. ഇൻ എക്സ്ട്രീംലി റയർ സർക്കംസ്റ്റൻസസ് വെൻ ദ ഓഡിറ്റർ കൺസിഡേഴ്സ് എ മിസ്റ്റേറ്റ്മെന്റ് ഓർ ഡീവിയേഷൻ ഡിസ്കവർഡ് ഇൻ എ സാമ്പിൾ ടു ബി അനോമലി, ഒറ്റപ്പെട്ടത് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അല്ലാത്തത്, നോട്ട് റെപ്രസെന്റേറ്റീവ്, the auditor shall obtain a high degree of certainty that such a misstatement or deviation is not representative. ഉണ്ടല്ലോടാ, ഞാന് ഒരു 50 ഇൻവോയ്സ് നോക്കി. 50 ഇൻവോയ്സ് നോക്കിയപ്പോ അതിൽ ഒരെണ്ണം മാത്രം തെറ്റ് കണ്ടു. റോങ് കസ്റ്റമർ നെയിം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള എല്ലാ ഇൻവോയ്സുകളും ചെക്ക് ചെയ്തു. അപ്പൊ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരെണ്ണം മാത്രമല്ല തെറ്റുള്ളൂ. 50 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ തെറ്റുള്ളൂ. ബാക്കി 49 എണ്ണം കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതൊരു റെപ്രസെന്റേറ്റീവ് മിസ്റ്റേറ്റ്മെന്റ് ആണോ ഫോർ ഹോൾ ദ പോപ്പുലേഷൻ? അല്ല, ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, അനോമലി ആണ്. അതിലേക്ക് ചിലപ്പോ ഒരു ഒറ്റവട്ടം മാത്രം എന്തോ ബഗ് വന്നോണ്ടോ അല്ലെങ്കിൽ ബഗ് വന്നോണ്ട് ഒറ്റവട്ടം മാത്രം എന്തോ ഒരു അക്കൗണ്ടന്റിന്റെ ഒരു ശ്രദ്ധയില്ലായ്മ ഒറ്റവട്ടം മാത്രം മിസ്റ്റേക്ക് വന്നതാ. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, നോൺ റിപ്രസെന്റേറ്റീവ് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നോൺ റിപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വല്ല എക്സ്ട്രീംലി റയർ ആണ് നോൺ റെപ്രസെന്റേറ്റീവ് വരലോ എന്നാണ് പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലി അങ്ങനെ എക്സ്ട്രീംലി റയർ ഒന്നല്ല. വേണമെങ്കിൽ നോൺ റെപ്രസെന്റേറ്റീവ് വരെയൊക്കെ ചെയ്യാം. ബട്ട് സ്റ്റഡി ലിമിറ്റിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ. നോൺ റെപ്രസെന്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓഡിറ്റർ ഹൈ ഉറപ്പ് വരുത്തണം. ബൈ പെർഫോമിംഗ് അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ. ശരിക്കും ഒറ്റപ്പെട്ട തെറ്റ് തന്നെയല്ലേ? അല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് വെച്ചാൽ ബാക്കിയുള്ള 49 ഇൻവോയ്സിനെ എഫക്ട് അല്ലെങ്കിൽ നമ്മൾ നേരം വെരിഫൈ ചെയ്യാത്തതുകൊണ്ടല്ലോ. ശരിക്കും ഒരെണ്ണം തന്നെയല്ലേ മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കി 49 ഒന്നും എഫക്റ്റഡ് ആയിട്ടില്ലല്ലോ ഈ ഒരെണ്ണം കാരണം എന്നുള്ളൊരു ഹൈ ഡിഗ്രി ഓഫ് സർട്ടനിറ്റി ആരും ഒബ്റ്റെയിൻ ചെയ്യണം? ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് ബിഫോർ കൺക്ലൂഡിങ്. എന്നുവെച്ചാൽ ഒരെണ്ണമാണ് തെറ്റുള്ളോ, വൺ ടൈം ആണ്, അല്ലെങ്കിൽ നോൺ റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട തെറ്റാണ് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ തീരുമാനിക്കണം. മോർ ഇൻവോയ്സ് ചെക്ക് ചെയ്യണോ? ആ ഇൻവോയ്സ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിനോട് സംസാരിക്കണോ? സിസ്റ്റം റിലേറ്റഡ് വല്ല രജിസ്റ്റേഴ്സ് വല്ലതും ചെക്ക് ചെയ്യണോ? സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യണോ? ഇതെല്ലാം ആഫ്റ്റർ ദിസ് ഓഡിറ്റർ ഗെറ്റ്സ് ഹൈ സർട്ടനിറ്റി
ദ എറർ ഈസ് നോട്ട് കോമൺ ആൻഡ് ഡസന്റ് അഫക്ട് ദ റെസ്റ്റ് ഓഫ്. ഓക്കെ, ഇതൊക്കെ പെർഫോം ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോടാ ലൈക്ക് ഇതെന്തിനാണ് റെപ്രസെന്റേറ്റീവ് ആണോ അല്ലെ റെപ്രസെന്റേറ്റീവ് അല്ലല്ലോ എന്ന് ഹൈ ഉറപ്പ് വരുത്താൻ ഓഡിറ്ററോട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓഡിറ്റർ ഇത് എൻഷുർ ചെയ്തില്ലെങ്കിൽ അവിടെ വേറെ തെറ്റുകളുണ്ടാവും. വേറെ തെറ്റുകളുണ്ടാവും. പക്ഷെ ഓഡിറ്റർ അത് കാണുന്നുണ്ടാവില്ല. അപ്പൊ വേറെ തെറ്റുകളുണ്ടാകും. ഓഡിറ്റർ കാണുന്നില്ലെങ്കിൽ ഓഡിറ്റർ അവിടെ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. പക്ഷെ ശരിക്കും അവിടെ മോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലേ കൊടുക്കേണ്ടത്. ഒരു ഓഡിറ്റ് റിസ്ക് ഹൈയർ ആവല്ലേ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ഓഡിറ്റർ കാണുന്നു എന്നുണ്ടെങ്കിൽ, ഓഡിറ്റർ അത് ഒറ്റപ്പെട്ട മിസ്സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ വേറെ ബാക്കിയുള്ള പോപ്പുലേഷനിലെ ഐറ്റത്തിനെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ഹൈ ഡിഗ്രി ഓഫ് സെർറ്റനിറ്റി ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് ഇവിടെ പറയണത് SA 530. ഇനിയിപ്പോ ഉണ്ടല്ലോടാ റെപ്രസെന്റ് ലൈക്ക് അത്ര മതി. ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഇനി കൺഫ്യൂഷൻ ആക്കണില്ല. ഓക്കെ. ഇത് ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഏഹ് ഇവിടെ ഞാന് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ ജസ്റ്റ് ഞാൻ ഒന്ന് എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. ഇപ്പൊ ഞാന് സെയിൽസ് ഇൻവോയ്സ് ചെക്ക് ചെയ്യാൻ നോക്കി. 40 ഇൻവോയ്സുകൾ എടുത്തു. സെയിൽസ് ഇൻവോയ്സ്. അതിൽ ഒരെണ്ണം മാത്രണ്ട് അപ്രൂവ് ചെയ്തിട്ടില്ല. ഒരെണ്ണം മാത്രം അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ വഴിയാണ് എനിക്ക് മനസ്സിലായത്. ഒരു റൂളാണ് ഇവിടെ ഫോളോ ചെയ്യാത്തത്. അപ്പൊ ഇതൊരു ഡീവിയേഷൻ അല്ലേ? ഇവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് പറയില്ല, ഡീവിയേഷൻ എന്നേ പറയുള്ളൂ. അപ്പൊ ഞാൻ നോക്കണം ഇത് ശരിക്കും ഒരെണ്ണം മാത്രം അപ്രൂവ് ചെയ്യാത്തത്. ഏഹ് ഓർ ഡസ് ഇറ്റ് അഫക്ട് ദ ഹോൾ പോപ്പുലേഷൻ ഓഫ് ഇൻവോയ്സസ്? അപ്പൊ ഞാന് അപ്പൊ എന്താണ് ബാക്കിയുള്ള 49 39 എണ്ണം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. സച്ച് ദാറ്റ് ഈ ഒരെണ്ണത്തിനെ മാത്രം തന്നെയല്ലേ എഫക്ട് ചെയ്യണുള്ളൂ. ബാക്കി 39 എണ്ണത്തിനെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഏഹ് ഒരു ഡീവിയേഷൻ ഒറ്റപ്പെട്ടതാണെങ്കിൽ നോട്ട് റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ ഓഡിറ്റർ ഹൈ ഡിഗ്രി ഓഫ് സെർറ്റനിറ്റി ഒബ്റ്റെയിൻ ചെയ്യണം. ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ദാറ്റ് അത് ഒറ്റപ്പെട്ടത് തന്നെയല്ലേ ബാക്കിയുള്ള പോപ്പുലേഷനത്തെ ഐറ്റംസിനെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ബാക്കിയുള്ള പോപ്പുലേഷൻ ഐറ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റെപ്രസെന്റേറ്റീവ് പോപ്പുലേഷൻ ആയി. നോൺ അനോമലസ് മിസ്സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളവിടെ ഇപ്പൊ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. ഓക്കെ ഓക്കെ അല്ലടാ, മനസ്സിലായി വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അയ്യോ 27 മിനിറ്റ് ആയ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. CAZD is appointed as auditor of Beta Private Limited for the year 23-24. There exists an internal audit function in the company. CAK valuation of trade receivable is assessed as an okay, CAK valuation of trade receivable of a company has high risk areas of statutory. He wants to take data assistance of chief internal auditor in respect of above matter. Discuss along with the reasons whether it could be for statutory auditor. ഓക്കെ, CAZഡിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, CAK ആണ് ഇന്റേണൽ ഓഡിറ്റർ. Internal audit function the company headed by chief internal auditor CAK. Valuation of trade receivable of the company is assessed as higher risk by statutory auditor. Okay. ട്രേഡ് റിസീവബിൾ വാല്യുവേഷന് മിസ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസ് ഹയർ ആണ് എന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വാണ്ട്സ് ടു ടേക്ക് ഡയറക്റ്റ് അസിസ്റ്റൻസ്. ചീഫ് ഇന്റർണൽ ഓഡിറ്ററിന്റെ സഹായം ആവശ്യമുണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ ട്രേഡ് റിസീവബിൾ. ഒബ്വിയസ്ലി ഹൈ റിസ്ക് ഏരിയാസ് ആണെങ്കിൽ അവിടെ ആരുടെ വർക്ക് യൂസ് ചെയ്യരുത്? സ്റ്റാറ്റ്യൂട്ടറി എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റർണൽ ഓഡിറ്റർ വർക്ക് യൂസ് ചെയ്യരുത്. അവർ എക്സ്റ്റേണൽ ഓഡിറ്റർ ഡയറക്ട്ലി പെർഫോം ചെയ്യണം അല്ലേ? ഓക്കെ, നമുക്ക് SA 610 പ്രകാരം അറിയാം എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റേണൽ ഓഡിറ്ററിന്റെ ഡയറക്റ്റ് അസിസ്റ്റൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉള്ള ഏരിയയില് ലൈക്ക് ലിമിറ്റഡ് ജഡ്ജ്മെന്റിനേക്കാളും കൂടുതലുള്ള ഏരിയാസ് റിലേറ്റഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റേണൽ ഓഡിറ്ററിന്റെ യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉള്ള ഹയർ ഉള്ള ഒരു ഏരിയയിൽ ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ഉള്ള ഏരിയാസ് റിലേറ്റഡ് വർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻസ് എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് ഇന്റേണൽ ഓഡിറ്ററിന്റെ യൂസ് ചെയ്യാം. ബട്ട് ഒരു ഹൈ റിസ്കി ഏരിയാസിൽ സബ്സ്റ്റാൻറ്റീവ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എന്താ മോർ ദാൻ ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ഉള്ള ഒരു ഏരിയയിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ ഇന്റേണൽ ഓഡിറ്റർ അസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ വാല്യുവേഷൻ ഓഫ് ട്രേഡ് റിസീവബിളിൽ എന്താണ് ഹൈ റിസ്ക് ആന്ന് പറയുന്നുണ്ട്. ഈ വാല്യുവേഷൻ ഓഫ് ട്രേഡ് റിസീവബിളിൽ വരുന്ന ഒരു ഏരിയ അല്ലേ ട്രേഡ് റിസീവബിളിന്റെ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എന്താ ലൈക്ക് ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 1 to 30 days, ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 30 to 60 days. ഇതിന് എന്തെങ്കിലും ജഡ്ജ്മെന്റ് ഉണ്ടാ? മാനേജ്മെന്റ് എന്തെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ബേസ്ഡ് വല്ല അസംഷൻസ് യൂസ് ചെയ്യണ്ട? ഇല്ല. ഇൻവോയ്സ് ഡേറ്റ് എന്നോ സെയിൽ ചെയ്തത് അവിടുന്ന് എത്ര ദിവസമായി തരാതിരിക്കുന്നത്?
ആ ഡേയ്സ് ഔട്ട്‌സ്റ്റാൻഡിങ് ആയിട്ടുള്ള ടേബിൾ പ്രിപ്പയർ ചെയ്യും. അതല്ലേ ഡെറ്റേഴ്സ് ഏജിംഗ് എന്ന് പറഞ്ഞാല്. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ജഡ്ജ്മെന്റ് യൂസ് ചെയ്യണ്ട മാനേജ്മെന്റ്? ഇല്ല. അപ്പൊ ഇതൊരു ലിമിറ്റഡ് ജഡ്ജ്മെന്റ് സംഭവമാണ് അല്ലേ? എന്നാൽ ഡെറ്റർ റിലേറ്റഡ് വാല്യുവേഷൻ, ഡെറ്റർ റിലേറ്റഡ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം മാനേജ്മെന്റ്. അത് ആ പ്രൊവിഷന് ആ മാനേജ്മെന്റിന് ഡെറ്ററിനെ പറ്റിയിട്ടുള്ള ആ മാനേജ്മെന്റ് ഡെറ്ററിനെ പറ്റിയിട്ടുള്ള ഒരു അസംപ്ഷൻ ബേസ്ഡ് സംഭവമാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാല്. അത് ഹൈ ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പൊ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവ് ഹൈ ഉള്ള ഏരിയാസില് ലിമിറ്റഡ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ലോ ജഡ്ജ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ഉള്ള ഏരിയാസ് റിലേറ്റഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ഓഫ് ഇന്റർണൽ ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഹൈ റിസ്കി ഏരിയാസില് ഹൈ ജഡ്ജ്മെന്റ് ഉള്ള ഹൈ റിസ്ക് ഇപ്പൊ ട്രേഡ് റിസീവബിൾ എന്നുള്ള ഒരു ഏരിയയിൽ വരുന്നതാണ് എന്ത് ഏജിങ് അനാലിസിസും പ്രൊവിഷൻ ക്രിയേറ്റിംഗ് ഫോർ ഡെറ്റേഴ്സും അല്ലെ. ഈ ഏജിങ് അനാലിസിസിൽ ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് ഏജിങ് അനാലിസിസ് റിലേറ്റഡ് എന്തെങ്കിലും ഡയറക്റ്റ് അസിസ്റ്റൻസ് ഇന്റർണൽ ഓഡിറ്ററിന്റെ യൂസ് ചെയ്യാം. ബട്ട് വാല്യുവേഷൻ ഓഫ് ട്രേഡ് റിസീവബിൾ എന്ന ഏരിയാസിൽ ഹൈ ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന സംഭവമാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യല്. ജഡ്ജ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ആ ഏരിയ റിലേറ്റഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് എക്സ്റ്റേണൽ ഓഡിറ്ററിന്റെ യൂസ് ചെയ്യരുത്. കാരണം അവിടെ ഹൈ ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റിന്റെ. അപ്പൊ ഒബ്വിയസ്ലി മാനേജ്മെന്റിന്റെ ഹൈ ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഓഡിറ്ററും പെർഫോം ചെയ്യുന്ന പ്രൊസീജിയറും ഹൈലി ജഡ്ജ്മെന്റിലായിരിക്കും. ലൈക്ക് മാനേജ്മെന്റ് ബേസിസിൽ കറക്റ്റ് എന്നുള്ള രീതിയിലേക്കും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഓഡിറ്ററും ഈ പ്രൊവിഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ഓഡിറ്ററുടേതായിട്ടുള്ള ജഡ്ജ്മെന്റുകളിലേക്ക് ഇറക്കും അബൌട്ട് സച്ച് ഡെറ്റർ അല്ലെ. അപ്പൊ ഇത്തരം ഹൈ റിസ്കി ഏരിയാസിൽ ലോ ജഡ്ജ്മെന്റ് ഉള്ള ഏരിയാസിൽ ഇപ്പൊ ഫോർ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലൈക്ക് ഏജിങ് റിസീവബിൾ അത് ആര് പ്രിപ്പയർ ചെയ്താൽ സെയിം ആണ്. അതിലൊരു അസംഷൻ ബേസ്ഡ് വർക്ക് ഇല്ല ട്രേഡ് റിസീവബിൾ ഏജിങ്ങിൽ. ബട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യൽ എന്തുണ്ട് അസംഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ബേസ്ഡ് എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞതല്ലോ. In accordance with SA 16, the external auditor shall not use the internal auditors to provide data assistance to perform the procedure that relate to higher assessed risk of material misstatement, where the judgment of management, where the judgment required in performing the relevant audit procedure, where the judgment of auditor to perform audit procedure or evidence is more than limited. Normally, high judgmental matters made by management അത് വെരിഫൈ ചെയ്യുമ്പോഴായിരിക്കും ഓഡിറ്ററിന്റെയും ജഡ്ജ്മെന്റ് ഓൺ ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് എവിഡൻസ് ലൈക്ക് ഹൈ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഉണ്ടല്ലോടാ മാനേജ്മെന്റ് ഒരു എന്ത് പ്രിപ്പയർ ചെയ്തു, ട്രേഡ് റിസീവബിൾ ഏജിങ് പ്രിപ്പയർ ചെയ്തു. അത് ചെക്ക് ചെയ്യാൻ വല്ല അസംഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പ്രൊവിഷൻ 50,000 മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ 50,000 കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് അസംഷൻസ് ഓഡിറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഡെറ്റർ കഴിഞ്ഞ കൊല്ലം ഒക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലം കൃത്യമായിട്ട് തരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത്ര പ്രൊവിഷന് ആവശ്യമില്ല. സാധ്യത ഉണ്ടെന്ന് പറയണം, അല്ലാതെ ഉറപ്പല്ല. അപ്പൊ ജഡ്ജ്മെന്റ് റിലേറ്റഡ് മാറ്റേഴ്സ് ആവുമ്പോൾ ആരും ജഡ്ജ്മെന്റ് യൂസ് ചെയ്യും ഹൈ ആയിട്ട്, ഓഡിറ്റർ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഹൈ ആയിട്ട് ജഡ്ജ്മെന്റ് ഓഡിറ്റർ യൂസ് ചെയ്യേണ്ട ഏരിയാസില് അവിടെ സ്വമേധയാൽ ഓഡിറ്റർ പെർഫോം ചെയ്യണം. അല്ലാതെ ആ ഒരു സിനാരിയോയിൽ ഡയറക്റ്റ് അസിസ്റ്റൻസ് ആരും യൂസ് ചെയ്യരുത്. എക്സ്റ്റേണൽ ഓഡിറ്റർ, ഇന്റർണൽ ഓഡിറ്റർ യൂസ് ചെയ്യരുത്. ഇൻ ദ ഗിവൻ സിറ്റുവേഷൻ വാല്യുവേഷൻ ഓഫ് ട്രേഡ് റിസീവബിൾ ഈസ് അസൈൻഡ് ആസ് ഹൈ റിസ്കി ഏരിയാസ് ബൈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ജഡ്ജ്മെന്റ്സ് റിക്വയറിംഗ് ചെക്കിംഗ് ഓഫ് accuracy of agent receivable is limited, ഭയങ്കര കുറവാണ്. Therefore, external auditor can assign the checking of accuracy of aging to അപ്പൊ ട്രേഡ് റിസീവബിളിന്റെ ഏജിങ് കറക്റ്റ് ആയിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാനുള്ള വർക്ക് എക്സ്റ്റേണൽ ഓഡിറ്റർക്ക്, ഇന്റർണൽ ഓഡിറ്റർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. കാരണം അത് ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ഉള്ള ഏരിയാസ് റിലേറ്റഡ് സഹായം എക്സ്റ്റേണൽ ഓഡിറ്റർക്ക്, ഇന്റർണൽ ഓഡിറ്ററിന്റെ തേടാം. ബട്ട് ഇവാലുവേഷൻ ഓഫ് അഡിക്വസി ഓഫ് പ്രൊവിഷൻ, ഒരു 50,000 രൂപ മാനേജ്മെന്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 50,000 രൂപ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് എക്സ്റ്റേണൽ ഓഡിറ്റർക്ക്, ഇന്റർണൽ ഓഡിറ്റർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. കാരണം അത് ഹൈലി ജഡ്ജ്മെന്റൽ ഏരിയ ആണ്. അവിടെ ഓഡിറ്റർ ആണ് ഹൈ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യേണ്ടത്. ഓഡിറ്റർ മീൻസ് എക്സ്റ്റേണൽ ഓഡിറ്റർ. അപ്പൊ അത് ഒരിക്കലും ഹൈ ജഡ്ജ്മെന്റൽ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മോർ ദാൻ ലിമിറ്റഡ് ജഡ്ജ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് ടു അസൈൻ ടു ദി ഇന്റർണൽ ഓഡിറ്റർ ബൈ ദ എക്സ്റ്റേണൽ ഓഡിറ്റർ. ഓക്കെ, നോട്ട് ടു അസൈൻ ദ ലേറ്റർ പ്രൊസീജിയർ ടു ചീഫ് ഇന്റർണൽ ഓഡിറ്റർ പ്രൊവൈഡിംഗ് ഡാറ്റ സെൻസ്. ഞാൻ പറഞ്ഞ സെയിം തന്നെ അതിൽ പറഞ്ഞത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലോടാ, മനസ്സിലായി വിചാരിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അയ്യോ നിങ്ങൾക്ക് ഇത് കാണാനില്ലേ? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.